രജിസ്ട്രേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. TST കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഉയർന്നുവരുന്ന സാമുദായിക രാഷ്ട്രീയം മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നു. ഉയർന്നുവരുന്ന സാമുദായിക രാഷ്ട്രീയം ഇന്ത്യയുടെ മതനിരപേക്ഷവും ഉൾക്കൊള്ളുന്നതുമായ സ്വഭാവത്തെ ദുർബലപ്പെടുത്തുകയും ജനങ്ങൾക്കിടയിൽ വിഭജനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതേസമയം ഗൗരവമുള്ള സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ തുടരുകയാണ്. 2022 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 121 രാജ്യങ്ങളിൽ 107ാം സ്ഥാനത്താണ് ഇന്ത്യ. സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ ദേശീയ അധ്യക്ഷൻ ഷെയ്ഖ് നൂറുൽ അമീൻ, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിങ്കപ്പ ദേവരവർ, പാർട്ടിയുടെ ആന്ധ്രാപ്രദേശ് ഉപാധ്യക്ഷൻ ഗോപാൽ പതംഗെ, തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുരൈ കണ്ണൻ, നമ്മുടെ സ്ഥാനാർത്ഥി സിയാദ് കൂടിയത്ത്, ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മനോജ് ടി സാരംഗ്. ഇവിടെ My name is Nurul Amin. I am the National President of Socialist Party of India. Today I am here to campaign for my candidate, Mr. Siad. So on this issue here, we are speaking against in the national politics. We are against this discrimination of Lok Sabha seats. We are working on South India level. So on this issue, in Lok Sabha discrimination, South India is getting Lok Sabha discrimination. So now national level 815 Lok Sabha seats they are going to win. In this, South India is getting only few seats. That too, Kerala state, I don't. I am Mr. Ningappa Devar, a practicing lawyer also. I am Executive National President of the Socialist Party India. Many people asking, where is socialism, where is Socialist Party, what Socialist parties are doing and all these things. But I would like to say a few words about the Socialist Party and its stance and other things actually. Socialist Party actually in the year 1934 only it is established under the leadership of Lohia ji, leadership of Jayaprakash Narayan ji, Acharya Narendra Dev ji, and thereafter it continued. It was part of Congress Party only, but later on they have separated. But I am very happy to say at this juncture that the Kerala is the first state having the first a chief minister, the Socialist Party chief minister, Pillai. സോഷ്യലിസ്റ്റ് പാർട്ടി തിരൂരിൽ മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളെ കണ്ടിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ. വ്യക്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് ശരിക്കും പഠിച്ച് അത് എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ള രീതിയിലാണ് കുട്ടികളുടെ പോഷകാഹാരക്കുറവ്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവ ദരിദ്രരെയും യുവാക്കളെയും ശക്തമായി ബാധിക്കുന്നു. ഈ വെല്ലുവിളികളെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുകയാണ്. ശാസ്ത്രീയ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പുരാണ കഥകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശാസ്ത്രീയ പുരോഗതിക്കും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയ്ക്കും തിരിച്ചടിയാകുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ ശാസ്ത്രീയ ചിന്തയുടെയും ഗവേഷണത്തിന്റെയും പക്ഷത്താണ് ഉറച്ചു നിൽക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ തിരൂർ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായ ശ്രീ സിയാദ് കുടിയാത്തിന് വേണ്ടി ഇവിടെ പ്രചാരണത്തിനായി എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രധാന നിലപാടുകൾ: ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർവിഭജനത്തിൽ അന്യായമായ നടപടികളെ എതിർക്കുന്നു. ഇത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിനിധിത്വം കുറയ്ക്കുകയും വടക്കൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിഭജനപരമായ രാഷ്ട്രീയം കൊണ്ടും വിവാദപരമായ ഉള്ളടക്കങ്ങൾ കൊണ്ടും സമൂഹത്തെ ധ്രുവീകരിക്കാൻ
നടക്കുന്ന ശ്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം പോലുള്ള ആഗോള പ്രശ്നങ്ങളിൽ ഇന്ത്യ സർക്കാർ മധ്യസ്ഥത വഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് തൊഴിലാളികളും ചെറുകിട വ്യവസായങ്ങളും സംരക്ഷിക്കുന്നതിനായി എല്ലാവർക്കുമായി ഐക്യവും സാമ്പത്തിക നീതിയും ഉൾക്കൊള്ളുന്ന വികസനവുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഷെയ്ഖ് നൂറുൽ അമീൻ, ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിങ്കപ്പ ദേവരവർ, ദേശീയ പ്രവർത്തക പ്രസിഡന്റ്, ദേശീയ ജനറൽ സെക്രട്ടറി മനോജ് ടി സരംഗ്, തെലങ്കാന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാൽ പാടാങ്കെ, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ദുരൈ കണ്ണൻ, സ്ഥാനാർത്ഥി സിയാദ് കോടിയാത്ത് എന്നിവർ പങ്കെടുത്തു. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.